ബിഗ് ബോസിൽ ആദിലയും നൂറയ്ക്കും എത്രമാത്രം ജനപിന്തുണ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഏകദേശം 100 ദിവസമാണ് ആ ഒരു ബിഗ് ബോസ് ഷോയിൽ ഇരുവരും നിന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റീച്ചൊക്കെ ഇപ്പോൾ ഇവർക്കുണ്ട്. എന്നാൽ ഇന്നലെ ഒരു സംഭവം നടന്നു. അതായത് ആദിലയും നൂറയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മനഃപൂർവ്വം അപമാനിച്ചു വിട്ട രീതിയിലാണ് ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫൈസൽ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അതായത് ഫൈസലിന്റെ വീട് പാലുകാച്ചിനാണ് ഇവർ രണ്ടുപേരെയും ഫൈസൽ ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ വീട് പാലുകാച്ചിന് ഇവർ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഫൈസലിന് ഒരുപാട് പേർ വിമർശനവുമായി എത്തി. സമൂഹത്തിന് മോശമായിട്ടുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്, ഇവരെയൊക്കെ എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കമന്റ് ചെയ്തു. പക്ഷെ തൊട്ടു പിന്നാലെ തന്നെ ഫൈസല് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തു. അതായത് ഇവർ വന്നത് തൻ്റെ അറിവോടുകൂടിയല്ല, ഞാൻ വിളിച്ചിട്ടല്ല ഇവർ വന്നത്, അതുകൊണ്ട് ഇതിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫൈസൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും വലിയൊരു വ്യക്തിയുടെ വീടിന്റെ പാല് കാച്ചിന് ക്ഷണിക്കാതെ ഈ ആദിലയും നൂറയും കയറി ചൊല്ലും, അല്ലെങ്കിൽ എത്ര തന്നെ സെക്യൂരിറ്റികൾ ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞായിരിക്കും ഇവർ വരുന്നത്. അപ്പോൾ ഈ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. പിന്നെ പോസ്റ്റും ഡിലീറ്റ് ചെയ്ത് മുങ്ങി. ഇതൊക്കെ ഒരുതരം വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ്. ഇത് ഇത്രയും വലിയൊരു വ്യക്തിയിൽ നിന്നും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഇപ്പോൾ പലരും കമന്റ് ചെയ്യുന്നത്. ഇതിന് താഴെ ഒരുപാട് പേര് വന്നവർ പറയുന്നുണ്ട് എന്തൊക്കെ ആയാലും ഇവരൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. ഇവരൊന്നും അംഗീകരിക്കണ്ട, പക്ഷേ ഒരു മനുഷ്യത്വം എന്ന രീതിയിൽ മാത്രം ഇതിനെടുത്താൽ മതി. രണ്ട് വ്യക്തികളെ വിളിച്ചു വരുത്തിയിട്ട് സമൂഹം അതും ഇതും പറയുന്നു എന്ന് പറഞ്ഞ് ഒരൊറ്റ കാരണത്താൽ ഞാൻ വിളിച്ചിട്ടല്ല ഇവർ വന്നത്, ഇവർ വലിഞ്ഞു കയറി വന്നതാണ്, എൻ്റെ അറിവോട് കൂടിയല്ല ഇവർ വന്നതെന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അപമാനിക്കലാണ് എന്ന് കൂടി ഒന്ന് ഓർക്കണം. ഇവരെ എങ്കിൽ വിളിക്കാതിരിക്കണം, അതാണ് അന്തസ്. വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഡബിൾ സ്റ്റാൻഡ് മാത്രമല്ല, വളരെ മോശം പ്രവൃത്തിയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.